ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ, മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര मुश्किल है करे ये ना गाले इतनी वाले ऊपर वाले ना इसको में कैसे तुमसे मिलके दिल का है जो രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി கிரவுண்ட் மொத்தம் ஆளுங்க இருக்கலாம்.
ஆனா ஆடியன்ஸ் எல்லாரும் ஒருத்தரை மட்டும் தான் பார்ப்பாங்க. கேள்விப்பட்டிருக்கியா? ஆட்ட நாயகன். ஆட்டம் வெறித்தனமா இருக்கும். ഇതാണ് AGDC കിഡ്സ് ഒരു നല്ല വലിയ കൈയടി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അല്ലേ? കിടുങ്ങിപ്പോയി. അയ്യോ ഞെട്ടിക്കളഞ്ഞു. അല്ല ആദ്യം ഇവരുടെ പേരുകളൊക്കെ ആദ്യം അറിഞ്ഞിട്ട് നമ്മൾ ഇവരെ പരിചയപ്പെട്ടിട്ട് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചു വേണം ഇവരുടെ മാസ്റ്റേഴ്സിനെ വിളിക്കാൻ. ക്ലാസ് ഐഡിയും തുടങ്ങാം അല്ലേ? എന്റെ പേര് അതുൽ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏത് സ്കൂളിലാ? മലങ്കീഴ്. ഓക്കെ, അടുത്ത ആള്. എന്റെ പേര് കാശി, ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. എന്റെ സ്കൂള് മലയങ്കീഴ്. അടിപൊളി. കാശി കുറെ സ്റ്റൺസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. എന്റെ പേര് അഗി, ഞാൻ പഠിക്കുന്ന 7th സ്റ്റാൻഡേർഡ് ആണ്. മലയങ്കീഴാണ് പഠിക്കുന്നത്. ആഷിക 6th സ്റ്റാൻഡേർഡ്, GVHSS മലയങ്കീഴ്. അടിപൊളി. എന്റെ പേര് അല്ലു, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂള് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മറന്നല്ലു. അടിപൊളി. എന്റെ പേര് നിഹാരിക, ഞാൻ പഠിക്കുന്നത് 3ാം ക്ലാസ്, ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ. എന്റെ പേര് ദേവനന്ദ, 8ലാണ് പഠിക്കുന്നത്, ശാന്തിനീൻ സ്കൂള് വെളപ്പിശാല. ഓക്കെ. ഞാൻ നിവേദ PS, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, GGHSS മലയങ്കീഴ്. ഞാൻ ദേവിക, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, GGHSS മലയങ്കീഴ്. ഓക്കെ, അടുത്ത. കാർത്തിക 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കണ്ണശ മിഷൻ ഹൈസ്കൂൾ. ഓക്കെ. എന്റെ പേര് അശ്വിൻ, ഞാൻ 7 പഠിക്കുന്നു, കുച്ചപ്പേട്. 7 പഠിക്കുന്ന കുച്ചപ്പേട്. ഏതാ സ്ഥലം? കുച്ചപ്പേട്. മലയങ്കീഴിന്റെ മുത്തുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു വലിയ കൈയടി. ഇവരെ മെരുക്കിയ ആളെ നമുക്കൊന്ന് വിളിക്കണം. പിന്നെ ഒന്നല്ല 2 പേർ. ആണോ? വിളിക്കട്ടെ. ബിബിൻ ആൻഡ് സ്വാതി ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. 2 പേരെ ഒരുപാട് സ്നേഹത്തോടെ വിളിക്കുന്നു. ഇവരാണ് ഈ മുത്തുകളെ ഈ പരുവത്തിലാക്കി ഇത്രയും നല്ല പെർഫോമൻസ് നമുക്ക് മുന്നിൽ ഇവർ ചെയ്യാൻ കാരണക്കാർ ഇവർ 2 പേരുമാണ്. ഇത് സിനിമാറ്റിക് ഡാൻസ് ആണോ അല്ല ആക്രോബാറ്റിക്സ് വരുന്നുണ്ട്, അതിനിടയ്ക്ക് സൂംബ വരുന്നുണ്ട്, അതിനിടയ്ക്ക് കുറേ കോമഡി വന്നിട്ടുണ്ട്, അവസാനം പിന്നെ കുറേ ആക്ടിങ് വന്നിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഡാൻസിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് എന്തൊക്കെ ചേർന്നിട്ടുണ്ട് ഇതിനകത്ത്? ആക്ച്വലി ബേസ് ആയിട്ട് ഹിപ്പ് ഹോപ്പ് ഫസ്റ്റ് നമ്മൾ തുടങ്ങിയില്ല, ഹിപ്പ് ഹോപ്പ് തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഐറ്റം വേറെ ലെവൽ കോമഡി പ്രോഗ്രാമാണ്. അപ്പം നമ്മളെ കഴിയുന്ന രീതിയിൽ ഒരു എന്തെങ്കിലും ചെറിയൊരു ഫൺ എലമെന്റ് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തതാണ് ഈ ഡാൻസ്. ഓൾമോസ്റ്റ്. മോള് 3 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ഇല്ല, ഇതെല്ലാം എന്റെ മക്കളാണ്. എനിക്കൊരു മോനേ ഉള്ളൂ. ഇനി അടുത്ത് ലോഡിങ് ആവണേ ഉള്ളൂ. 12 തയ്ക്കാനുള്ളത് അവിടെ ഓൾറെഡി ഇപ്പൊ ആണല്ലേ? അല്ല, ഇത് എത്ര ടൈം എടുത്തു പഠിപ്പിച്ചെടുക്കാനായിട്ട്? ഓൾമോസ്റ്റ് 1 വീക്ക്. നമുക്ക് ഇവരുടെ നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കിട്ടത്തുള്ളൂ. ഈവനിങ് ഇപ്പം ആ ഒരു ടൈമിൽ. പക്ഷെ വരുന്ന ടൈം ഇപ്പോൾ 1 hour ആണെങ്കിൽ ഇപ്പോൾ 2 hour ആണെങ്കിൽ ഇവര് കട്ടയ്ക്ക് പണിയെടുത്തോളും. നല്ല പവർഫുൾ ആകട്ടെ അവര്. സ്റ്റാമിന എന്ത് ഫ്ലെക്സിബിൾ ആണ് അവര്. അവരുടെ കോർഡിനേഷൻ സ്റ്റൺസ് ഒക്കെ അടിപൊളി. രക്ഷയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ചിരിച്ചോണ്ടാ ചെയ്യുന്നത്. എനിക്ക് ശരിക്കും എൻ്റെ ഇപ്പം സ്വാതിയുടെയും ഒരു ഡ്രീമാണ്. ഇപ്പോൾ ഒരു AGDC കിഡ്സ് എന്ന് പറഞ്ഞ ഒരു ലേബലിൽ ഒരു ടീം വരണം, എല്ലാവരും അറിയുന്ന രീതിയിൽ വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. ഒരു കഴിഞ്ഞൊരു 3 years ആയിട്ട് അതിനോടുള്ള പ്രയത്നത്തിലുണ്ട്. അപ്പോൾ അവർ പണിയെടുക്കുന്ന കുറച്ച് കുട്ടികളെ കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പണിയെടുക്കുന്ന ഒരാളെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പണി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണിയിപ്പിക്കാനും ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങ് നിന്നോളും. വലിയ ഗ്രൂപ്പ് ഉണ്ടോ? വലിയ കുട്ടികളുടെ ഗ്രൂപ്പ്? സീനിയേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ ആക്ച്വലി സീനിയേഴ്സ് നമുക്കിപ്പോൾ എല്ലാവരും വന്ന് കളിക്കും, എല്ലാവരും ചെയ്യും, എല്ലായിട്ടും അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കുഞ്ഞു മക്കളെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്തായാലും ഒരു അതിശയം കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അതിൽ എക്സ്ട്രാ സാധനം കാണിക്കാൻ പറ്റും. അത് ചെയ്യുമ്പോഴാണ് കുറച്ച് എനിക്കുള്ളത്. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് മാത്രമേ ഇത്ര ചെറിയ പിള്ളേർ ഇത്രയും മനോഹരമായിട്ട് കളിക്കുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിമാനമുണ്ട് ശരിക്കും പറഞ്ഞവര്. ഒരു ഇന്റർനാഷണൽ പെർഫോമിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ആശാന്മാരുടെ ഈ 2 ആശാന്മാരുണ്ടല്ലോ നിങ്ങളുടെ മാസ്റ്റേഴ്സ്, അവരുടെ അഭിമാനമാണ് നിങ്ങൾ.
താങ്ക് യു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ ഇറങ്ങി എന്തോ ഒരു മനോഹരമായ ബ്യൂട്ടിഫുൾ ഒരു പ്രകടനം കാഴ്ചവെച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അത്രക്ക് ഉഗ്രനായിരുന്നു കേട്ടോ അത്. പൊടിമോളൊക്കെ കിടന്ന് കാട്ടണ കണ്ട് ഞാൻ ഇതിന്റെ ഇവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോ ഇടയിൽ കൂടെ ഒരാളെ ഒളച്ചു വരുന്നത്. അല്ല അതല്ല എനിക്ക് ബിജുക്കുട്ടനെ കുറിച്ച് പറയാനുള്ളത്. ബിജുക്കുട്ടൻ ബേസിക്കലി ഡാൻസർ ആണ് കേട്ടോ. അറിയാവുന്നവർക്ക് ഡാൻസ് ഒന്നും പഠിച്ചില്ല, ഡാൻസ് കളിക്കുന്നുള്ളു. ബിജുക്കുട്ടൻ ഇവിടെ കിടന്ന് ഡാൻസ് ചെയ്യായിരുന്നു, അർമാദിക്കായിരുന്നു പുള്ളി. ഞാൻ ഇടയ്ക്ക് നോക്കുമ്പോ ബിജുക്കുട്ടൻ ഇവിടെ നിന്ന് ഡാൻസ് ഇവരെല്ലാരും ചേട്ടന്റെ റീൽസ്, ചേട്ടന്റെ മോളോട്ടുള്ള റീൽസ് ഓൾമോസ്റ്റ് എല്ലാരും കണ്ടിട്ടുണ്ട്. അവരൊന്നും അത് കാണിക്കണ്ട, അവരൊക്കെ നല്ല അല്ല മാസ്റ്റേഴ്സ് കാണിച്ചോട്ട് പറയും നമ്മൾ ഇതല്ല, നമ്മൾ ഡാൻസ് ആണ് പഠിക്കുന്നത്. ആ വൈഫ് ഒന്നും മിണ്ടുന്നില്ല. എന്താ പറയണം? പറഞ്ഞോ കണ്ടിട്ട് ഡാൻസർ ആണോ വൈഫ്? ആണോ? ഡാൻസർ ആണ്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. റെസ്റ്റിംഗ് പീരീഡിലാണ്. ക്ലാസിക്കൽ അല്ല, സീരീസിൽ പറയാം. രണ്ടും ഉണ്ട്, വെസ്റ്റേണും ചെയ്യും. ഈ കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികളെ നിങ്ങൾ ശരിക്കും ലക്കിയാണ് ഇതേപോലെ രണ്ട് അധ്യാപകരെ കിട്ടിയത്. ഒരു ക്വസ്റ്റ്യൻ, ഈ AGDCയുടെ ഫുൾ ഫോം എന്താണ്? ഓസം ഗൈസ് ഡാൻസ് കമ്പനി. ഇവിടെ മറ്റേ ഗൂഗിളിലൊക്കെ അടിച്ചിട്ട് കിട്ടിയില്ല. ABCD വായിക്കും പെട്ടെന്ന്. അല്ല, ഇത് നമ്മൾ മിക്കയിടത്ത് പോകുമ്പോഴും നമ്മൾ ഒരു അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഈ കോമ്പറ്റീഷന് പോകുമ്പോഴത്തേക്കും വിളിച്ച് നശിപ്പിച്ച് പേരൊക്കെ വേറെ കാറ്റഗറീസ് വരെ ആക്കിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ വരെ പോയിട്ടുണ്ട്. സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷം. നമുക്ക് നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുടെ എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ പറ്റി. നമ്മളെ ഇവരെല്ലാരും പറഞ്ഞ പോലെ നമ്മൾ ഈ കേരളത്തിന് പുറത്തുള്ള ചെറുതുങ്ങളുടെ പെർഫോമൻസ് കണ്ടാൽ നമ്മൾ ഞെട്ടിയിട്ടുള്ളൂ. നമുക്കും പറയാം, നമ്മുടെ കയ്യിലും ഉണ്ട് കുറച്ച് ഐറ്റങ്ങള്. നിങ്ങള് കേരളത്തെ റെപ്രസെന്റ് ചെയ്ത്, ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പുറത്ത് പോകണം. ഇവര് മലയങ്കീടിന്റെ മുത്തുകളാണ്, ഇപ്പൊ നമ്മുടെ മുത്തുകളായി. ഇത് കടലിൽ കിടന്ന് പോട്ടെ. നിങ്ങൾ ഒരുപാട് വേദികളിൽ പോയി ഡാൻസ് ചെയ്യാൻ പറ്റട്ടെ. ഗൈസ്, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല കൈയടി ഇവർക്ക്. അപ്പൊ ഗൈസ്, ചാച്ചാ. ഇതുവരെ ആനയെ വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഞങ്ങൾ ആരെന്ത് പണിക്ക് വിളിച്ചാലും അറിയത്തില്ലെന്ന് പറയത്തില്ല, നേരെ കയറി വരും, അവിടെ കടഞ്ഞ മേയും. ആനയൊക്കെ സേട്ടാന്ന് വിളിക്കുന്നത്? ഞങ്ങൾ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മൃഗം മനുഷ്യനെന്നില്ല, എല്ലാരും സേട്ടാനെ വിളിക്കും. പക്ഷെ ഒരു അബദ്ധം പറ്റി, എനിക്കിപ്പോ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അച്ഛനെ സേട്ടാന്നാണ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.